ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. ഞാൻ കണ്ട ഒരു നെഗറ്റീവ് കമന്റ് പറയട്ടെ, ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നതും അമ്പലത്തിൽ നേർച്ചയിടുന്നതും ഒരുപോലെയാണ്. ഒരു വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നു. കുട്ടികളെ ഇങ്ങനെ ഓരോ കോഴ്സിന് കയറ്റി വിട്ടിട്ട് അവരവിടെ വന്ന് സഫർ ചെയ്യുന്നത് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഞങ്ങൾ അകത്തുള്ളവർ കാണുന്നത്. ഇവർക്ക് ഇവിടെ കയറ്റി വിട്ടാൽ മതി. ഈ കുട്ടികളുടെ എല്ലാം വിചാരം അവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ചവർക്ക് PR കിട്ടും എന്നുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞ 30-40% പേര് തിരിച്ചു വരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 40 അല്ലാതെ 60% തിരിച്ചു പോരേണ്ട വരും. ഏറ്റവും കൂടുതൽ പറ്റിക്കാനും എളുപ്പമുള്ള ഒരു മേഖലയാണ് മൈഗ്രേഷൻ. എന്ത് സ്കാമ് നടത്തിയാലും ആൾക്കാർ റെഡി ടു പേ ആണ്. സിഡ്നിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ സ്ഥലവും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 3,60,000 കുട്ടികളാണ്. ആ സ്റ്റേറ്റിന് ഒരു വർഷം PR കൊടുക്കാനുള്ള സീറ്റ് 3,600 അത് പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഈ 3,600 കൊടുക്കാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ആൻസേഴ്സ്. റിച്ച് ആകണം എന്ന പ്രതീക്ഷയാണ് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത ഇല്ല എന്ന് കേൾക്കാറുണ്ട്. അത് സത്യമാണോ? ഒരു ജോലി 8 മണിക്കൂറാണ് ഒരു ദിവസം. ശനിയാഴ്ച ജോലിക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മടങ്ങാണ് സാലറി. ഞായറാഴ്ച ആണെങ്കിൽ 2 മടങ്ങാണ് സാലറി. അവിടെ അലയൻസ് ഒക്കെ നോക്കുമ്പോൾ പെൺകുട്ടികൾ ഡോക്ടർ എഞ്ചിനീയേഴ്സിനൊന്നും നോക്കില്ല. അവിടെ പ്ലംബർ, മെക്കാനിക്, പ്ലംബറൊക്കെയാണ് മെർസിഡീസ് ബെൻസിന് വരിക. സർജനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് ട്രീ സർജൻ. അതായത് മരം മുറിക്കുന്ന ആൾ. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ. ജോലി നഷ്ടപ്പെട്ട പേയ്മെൻ്റ് ഉണ്ട്, അംഗവൈകല്യം സംഭവിച്ച പേയ്മെൻ്റ് ഉണ്ട്. നമുക്ക് ജോലി ഇല്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ ആ രാജ്യം നമ്മളെ നോക്കിക്കോളും. സ്റ്റുഡൻറ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ PR നേടി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ? എത്തിപ്പെടാൻ എപ്പോഴും ഫാസ്റ്റായിട്ട് നടക്കുന്ന സ്റ്റുഡൻറ് വിസയാണ്. പഠിക്കേണ്ട സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി അല്ല. ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന മലയാളി പേരൻസിനാണ് ഏറ്റവും പ്രശ്നമുള്ളത്. അവരുടെ കുട്ടികൾ നന്നായി പഠിക്കണം എന്നുള്ള കാരണമാണ് അത് ചൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കൊണ്ടുവിടും. പക്ഷേ ഈ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലങ്ങളൊന്നും PR-നെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കത്തില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് അത്ര എളുപ്പമാണോ? എല്ലാവർക്കും പോകാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അസറ്റ് ഗ്രൂപ്പ് കോ-ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യൂസ് ഡേവിഡ് നമുക്ക് മറുപടി നൽകും. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. ആദ്യമേ, ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. അത് ശരി. അപ്പം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? 2-3 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഓസ്ട്രേലിയ റൺ ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് പഠിക്കാനായിട്ട് പോകാൻ പറ്റും. അതാണ് ജനറലി ഇവിടുന്ന് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ പഠനശേഷം ഉപരിപഠനത്തിനായിട്ട് ഓസ്ട്രേലിയക്ക് വരാം. പക്ഷേ സ്കിൽഡ് മൈഗ്രേഷൻ വളരെ പോപ്പുലറാണ് ഓസ്ട്രേലിയയുടെ. അതായത് ഇവിടെ വന്ന് ഇവിടെ പഠിച്ച് അവർക്ക് വേണ്ട ജോലികളിലുള്ള സ്കിൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ്ലി PR ആയിട്ട് പോകാനുള്ള ഒരു പ്രോസസ്സുണ്ട്. മൂന്നാമതായിട്ടുള്ളത് എംപ്ലോയർ സ്പോൺസർ ചെയ്ത്, ഇപ്പോൾ നമ്മുടെ സ്കില്ല് അവിടുത്തെ ഒരു എംപ്ലോയറിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സ്പോൺസർ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം. അങ്ങനെ ഒരു 3 പ്രോഗ്രാമാണ് പോപ്പുലറായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിന് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഏത് രീതിയിൽ പോകാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? അതിൽ ഒന്നാമത് ഡിഗ്രി കഴിഞ്ഞ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി PR-നോ അങ്ങനെ എംപ്ലോയർ സ്പോൺസർഡ് വിസയ്ക്ക് ഒന്നും പറ്റില്ല. അത് പഠനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ സെറ്റിൽ ആകണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ ഞാൻ കേരളത്തിൽ എന്നുകൊണ്ട് ചെയ്യണം? ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ഓസ്ട്രേലിയയുടെ സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ വർഷവും അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ മൈഗ്രേഷൻ നടക്കുന്നത് തന്നെ ആ രാജ്യത്തിൽ ഷോർട്ടേജുള്ള, അവർക്ക് നികത്താൻ സാധിക്കാതുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വിദേശത്തു നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഏതൊക്കെ ഒക്കുപേഷൻ ആണ് നമുക്ക് അവിടെ ഷോർട്ടേജ് ഉള്ളതെന്ന് മനസ്സിലാക്കി നമ്മുടെ ക്വാളിഫിക്കേഷൻ അതാണെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ ഒരു ഇംഗ്ലീഷ് രാജ്യമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പരിജ്ഞാനമില്ലാതെ അവിടേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല. അപ്പം IELTS-ഓ PTO എന്തൊക്കെയാണോ നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന IELTS സ്കോർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ അത് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം അവിടേക്ക് വരുന്നത് പോയിന്റ് ബേസ്ഡ് ആയിട്ട്. നമ്മൾ പൊതുവേ അത് പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ എന്ന് പറയും. ഇപ്പോൾ ഏജിന് പോയിന്റ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് പോയിന്റ് ഉണ്ട്, എഡ്യൂക്കേഷന് പോയിന്റ് ഉണ്ട്, അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിന് പോയിന്റ് ഉണ്ട്. അങ്ങനെ കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് കൂടുതലായിട്ട് അവിടേക്ക് ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുണ്ടല്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അവരെന്താ സത്യത്തിൽ ചെയ്യുന്നത്? ഇങ്ങനെ പറയാനുള്ളൊരു ധൈര്യമെങ്കിലും ഉണ്ടാവണ്ടേ? ഏജൻസികൾ പറയുമ്പോൾ അത് നിയമാനുസൃതമാണ്. നിങ്ങൾക്ക് 65 പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അസസ്മെന്റ് കിട്ടും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ റിയാലിറ്റി വന്നു കഴിയുമ്പോഴത്തേന് ഈ സ്റ്റേറ്റോ ടെറിട്ടറിയോ അങ്ങനെ ഒന്നും ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാനുള്ള
സാധ്യതകൾ വളരെ വിരളമാണ്. അപ്പോൾ അവർ ബേസിക്കലി പറ്റിക്കപ്പെടുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം, മറ്റേ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. അതെ. അപ്പൊ അവിടെ ചെല്ലുന്നവർക്ക് ഇങ്ങനെ മറ്റൊരു ഏജൻസി വഴി അവിടെ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മലയാളിയെ നോക്കി അവർക്ക് എന്താ പിന്നെ സംഭവിക്കുന്നത്? അവർക്ക് എത്താൻ പറ്റില്ല, അവർക്ക് ഒരിക്കലും ഇൻവിറ്റേഷൻ വരില്ല. അത് ശരി. അവരെ ആ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അസസ്മെന്റ് ചെയ്യാനുള്ള പൈസ, ഇഒ ഇടാനുള്ള പൈസ എല്ലാം മേടിച്ച് അത്യാവശ്യം പൈസ ഇങ്ങനെ പലരിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ കാൻഡിഡേറ്റ്സ് ഒരിക്കലും അവിടേക്ക് എത്തില്ല. ആകെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളത്, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ പോലെ കോവിഡ് സമയത്ത് ഭയങ്കര ഷോർട്ടേജ് വന്നു. അന്നാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ പോലും ഇൻവൈറ്റ് ചെയ്തത്. അതിനുശേഷം ഒരിക്കലും ആ ഒരു പ്രതിഭാസം നടന്നിട്ടില്ല. അപ്പോൾ അവരുടെ പൈസ ബേസിക്കലി നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു നോർമൽ വ്യക്തിക്ക് ഓസ്ട്രേലിയയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ എത്ര രൂപ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാകണം? അങ്ങനെ അക്കൗണ്ടിൽ പൈസ ഒന്നും വേണ്ട മൈഗ്രേഷൻ പൊതുവായിട്ട് വളരെ ക്ലിയർ ആണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതായത് മൈഗ്രേഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അത് ഇവർ ആദ്യം ചെയ്യുന്നത് അവരുടെ അസസ്മെൻറ്റ് നടത്തണം, സ്കിൽ അസസ് ചെയ്യണം. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണ്, എഞ്ചിനീയർ ആണ്, ഡോക്ടറാണ്, ആരാണോ ഓസ്ട്രേലിയയുടെ അസസ്മെൻറ്റ് നടക്കണം, അതായത് ബോഡിയായിട്ട്. അങ്ങനെ ആ അസസ്മെൻറ്റിന് അവരുടേതായ ഫീസുണ്ട്. അതൊരു $500 മുതൽ ഒരു $2000 വരെയുള്ള പല ഫീസുകളുമുള്ള പല അസസ്മെൻറ്റ് ബോഡീസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 25,000 മുതൽ 1-1.5 ലക്ഷം രൂപ വരെ അത് ഡയറക്റ്റ്ലി അസസ്മെൻറ്റ് ടീമിന് കൊടുക്കേണ്ടതാണ്. അസസ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ IELTS-നുള്ള പൈസ, പിന്നീടുള്ളത് വിസയുടെ ഫീ ഒരാൾക്ക് ഡയറക്റ്റ് PR ഏകദേശം $4,990, ഏകദേശം 2.5 ലക്ഷം രൂപയാണ്. അത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് നിങ്ങൾക്ക് ഡയറക്റ്റ് അടയ്ക്കാവുന്ന പൈസ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഏജൻസികൾ ഞങ്ങളുടെ സർവീസ് ഫീ എന്ന് നാട്ടിൽ പറയുന്ന പോലെ നമ്മളുടെ മൈഗ്രേഷൻ ഫേം യൂസ് ചെയ്തതിന് നമ്മൾ മാക്സിമം ചാർജ് ചെയ്യുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ 1.5 ലക്ഷം രൂപയും മുടക്കേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ 3 സ്റ്റെപ്പായിട്ടാണ് ജനറലി നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ പല ഏജൻസികളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. മൈഗ്രേഷൻ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK, കാനഡ, ഓസ്ട്രേലിയ, എല്ലാ രാജ്യങ്ങളും. എന്തുകൊണ്ട് അസറ്റ് ഓസ്ട്രേലിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? അത് നമ്മുടെ ലൈസൻസ് മെയിൻലി ഓസ്ട്രേലിയക്കുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പ്രാക്ടീഷണേഴ്സും ഓസ്ട്രേലിയ തന്നെ ഉള്ളവരാണ്. ഓസ്ട്രേലിയയിൽ ലോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ സിറ്റിസൺ ആയിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിലും അങ്ങനെയാണല്ലോ, ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ലോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മൈഗ്രേഷൻ ലോ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് 8ഓളം വ്യക്തികളാണ് നമ്മൾ ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഫോക്കസ് ഈസ് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ലൈസൻസ് നമുക്ക് ഒരു കാനഡിയൻ RCC ഏജൻ്റ് ഉണ്ട്. അത് ടൊറോണ്ടോയിൽ തന്നെയാണ് ഓഫീസുള്ളത്. അപ്പോൾ അത് നമ്മളൊരു ഇപ്പോൾ കാനഡ പൊതുവേ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാനഡ പൊതുവേ ഇവിടെ നിന്ന് PR ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സ് വളരെയധികം ഡിഫിക്കൽട്ടാണ്. അതിലും ബെറ്ററാണ് ഓസ്ട്രേലിയ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് അന്ന് തുടങ്ങിയപ്പോൾ മുതൽ ഓസ്ട്രേലിയയിൽ തന്നെയാണ്. ജീവിത ചെലവ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ എന്താണോ അവിടെ സമ്പാദിക്കുന്നത് അത് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് ബാലൻസ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു റിച്ച് ആകണം എന്ന് പ്രതീക്ഷയാണ് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത ഇല്ല എന്ന് കേൾക്കാറുണ്ട്. അത് സത്യമാണോ? അങ്ങനെയില്ല, പക്ഷേ എക്സ്പെൻസീവാണ്. ഓസ്ട്രേലിയ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാരണം നമ്മുടെ സോഷ്യൽ വെൽഫെയർ സിസ്റ്റമാണ് ഓസ്ട്രേലിയയുടെ. അതായത് നമുക്കവിടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ. ഇപ്പം നമുക്കൊരു ബാച്ചിലർ ഡിഗ്രി അങ്ങനെ ഇപ്പം മെഡിസിനോ എഞ്ചിനീയറിംഗോ ഒക്കെ ആയിക്കോട്ടെ, കുട്ടികൾ അവിടെ സിറ്റിസൺ ആണെങ്കിൽ അവരുടെ പഠനത്തിൻ്റെ ചിലവുകൾ ഗവൺമെൻറ് വഹിക്കും. പിന്നീട് അവർക്ക് ജോലി കിട്ടുമ്പോൾ അത് തിരിച്ചടച്ചാൽ മതി. ഇപ്പോൾ +2 വരെ സൗജന്യവും അതിനുശേഷം ഗവൺമെൻറ് ലോൺ കുട്ടികൾക്ക് എഗനസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ള നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, നമ്മുടെ എല്ലാ ഹെൽത്ത് സിസ്റ്റവും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മളൊരു ഡോക്ടറെ കാണുന്നത് മുതൽ ഒരു സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ അഡ്മിഷനോ, പിന്നെ ഏറ്റവും സീരിയസ് ആയ ഇൽനെസ് ആയിക്കോട്ടെ, അതെല്ലാം 100% അവർ കവർ ചെയ്തോളും. പിന്നെ നമുക്ക് സൂപ്പർ അന്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ PF പോലെ തന്നെ 67 വയസ്സിൽ റിട്ടയർമെൻ്റ് ആയി കഴിയുമ്പോൾ സൂപ്പർ അന്വേഷൻ്റെ ഒരു പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ജോലി നഷ്ടപ്പെട്ട പേയ്മെൻ്റ് ഉണ്ട്, അംഗവൈകല്യം സംഭവിച്ച പേയ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു വെൽഫെയർ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ജോലി ഇല്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ ആ രാജ്യം നമ്മളെ നോക്കിക്കോളും. നമുക്കിപ്പോൾ ഞാൻ ജോലിയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി, എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഓക്കെ, ഓസ്ട്രേലിയയുടെ മൈഗ്രേഷനോ എംപ്ലോയർ സ്പോൺഷിപ്പ് എന്താണെങ്കിലും ഫാമിലിയാണ് നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ പോയപ്പോൾ ഞാൻ സിംഗിൾ ആയിട്ടാണ് പോയത്. പിന്നീട് കല്യാണം കഴിച്ച് അവരും അവിടേക്ക് വന്നു. പക്ഷേ ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരാൾ മീറ്റ് ചെയ്താൽ മതി. ഒരാൾ ഓസ്ട്രേലിയയുടെ ഏതെങ്കിലും ഒരു ഓക്കുപേഷൻ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ കിട്ടുകയും ചെയ്തത് ഫാമിലിക്ക് കൂടെ ഉള്ള ഇൻവിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് നമുക്ക് തന്നെ ചോയ്സസ് ഉണ്ട്. നമുക്ക് മാത്രം പോയാൽ മതിയോ, ഫാമിലിനെ ആഡ് ചെയ്യണോ, അതെല്ലാം തന്നെ അതിൻ്റെ ഫാമിലി. പൊതുവെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് ഓസ്ട്രേലിയക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കും ജോലി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. തന്നെ സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ പെർമനന്റ് റെസിഡൻ്റ് ആയിട്ട് അവിടേക്ക് വരികയാണ്. ഇപ്പം ഞാൻ അവിടേക്ക് പോയത് ഇവിടുന്ന് ഡയറക്റ്റ് PR ആയിട്ടാണ് ഒരു 15 വർഷം മുമ്പ് പോയത്. അപ്പോൾ ഞാൻ പോയപ്പോൾ മുതൽ ഞാൻ അവിടുത്തെ
ഒരു പൗരന് ഒരു തുല്യതയുള്ള ഒരു ഇതാണ്. പക്ഷെ വോട്ടിംഗ് മാത്രമാണ് അല്ലാത്തതുള്ളൂ. അപ്പോൾ അതിന് സിറ്റിസൺ ആവണമെന്നുണ്ടെങ്കിൽ 4 വർഷത്തിന് ശേഷം നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പെർമനന്റ് റെസിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അവർക്ക് എല്ലാ പരിരക്ഷയും ലഭിക്കും. ഈ പറയുന്ന മെഡിക്കെയറും ഫ്രീ എഡ്യൂക്കേഷനും ഒക്കെ നമ്മൾ ചെന്നിറങ്ങുന്ന അന്ന് മുതൽ എല്ലാവർക്കും ഒരുപോലെ ലിമിറ്റഡ് ആണ്. ഇനി നമ്മൾ അത് ഇവിടെ നിന്ന് നമ്മളൊരു ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറായിട്ട് ഇൻവിറ്റേഷൻ കിട്ടി, അവിടെ ചെന്നിട്ട് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യണമെന്നും നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും. അത് ശരി. ഞാൻ കണ്ട ഒരു നെഗറ്റീവ് കമന്റ് പറയട്ടെ. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ചേട്ടന്റെ മറ്റൊരു ഇന്റർവ്യൂ കാണായിരുന്നു. അപ്പൊ അതിനടിയിൽ വന്ന ഒരു കമന്റ് ആണ്, ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നതും അമ്പലത്തിൽ നേർച്ചയിടുന്നതും ഒരുപോലെയാണ്, പോയ പൈസ അങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ, വേറൊരു കാര്യം ഉണ്ടാകുന്നില്ല എന്ന്. എങ്ങനെയുള്ളവരായിരിക്കും ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത്? അതൊരു രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നതാണ്. അതായത് ഞാൻ അവിടെ ഓസ്ട്രേലിയയിൽ എഡ്യൂക്കേഷൻ ആര് കയറിപ്പോയാലും എല്ലാവർക്കും PR കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഓസ്ട്രേലിയയിൽ വന്നേക്കുന്ന മലയാളി കുട്ടികൾ തിരിച്ചു പോരേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നു. കാരണം അതിൽ ഒന്നാമതായിട്ട് നടന്നത് ഈ കേരളത്തിൽ നിന്ന് കയറ്റി വിടുന്ന എഡ്യൂക്കേഷൻ ഏജൻസി തന്നെ അത് അവരുടെ ബിസിനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് ഇന്നും ആണെങ്കിലും നാളെ ആണെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇവിടുന്ന് കുട്ടികളെ ഇങ്ങനെ ഓരോ കോഴ്സിന് കയറ്റി വിട്ടിട്ട് അവരവിടെ വന്ന് സഫർ ചെയ്യുന്നത് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഞങ്ങൾ അകത്തുള്ളവർ കാണുന്നത്. ഇവർക്ക് ഇവിടെ കയറ്റി വിട്ടാൽ മതി. അപ്പം ഈ കുട്ടികളുടെ എല്ലാം വിചാരം അവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ച് അവർക്ക് PR കിട്ടും എന്നുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞ 30-40% പേര് തിരിച്ചു വരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 40 അല്ലാതെ 60% തിരിച്ചു പോരേണ്ട വരും. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങി. ആ ഒരു നെഗറ്റീവ് കമൻസ് വന്നതും അങ്ങനെ എല്ലാ കമൻസ് വന്നതും അത് കാൻഡിഡേറ്റ്സ് അല്ല, ഞാൻ അത് ഓപ്പണായിട്ട് ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ ID എന്ന് ചോദിച്ചു, ചേട്ടൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് ഇവിടെ പറയും, ഞാൻ ഇവിടെ അതിനെ ആൻസർ ചെയ്യാം. അതിനുശേഷം അവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതെല്ലാം എഡ്യൂക്കേഷൻ ഏജൻസി തന്നെ ഇവിടെ നിന്ന് ചെയ്തതാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സംബന്ധിച്ചോളം അവരുടെ ബിസിനസ് അതാണ്. പക്ഷെ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ പലപ്പോഴും ഇത് കൃത്യമായ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയ പഠിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾ അന്ന് പറഞ്ഞ പോലെ തന്നെ അന്ന് 40 ആണെങ്കിൽ ഇനി 60% തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഓസ്ട്രേലിയ പോകും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയയിലുള്ളവർക്ക് അസറ്റിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി പേര് ചെയ്യാറുണ്ട്. നമ്മളുടെ അപ്പോയിൻമെന്റ്സ് അങ്ങനെ എളുപ്പം കിട്ടുന്നതുമല്ല. കാരണം അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള അപ്പോയിൻമെന്റ്സ് ആണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ. അത് എന്തുകൊണ്ട് അങ്ങനെ ഡിമാൻഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അവർക്കൊരു റിസൾട്ട് വരുന്നതുകൊണ്ടാണ് ആൾക്കാർ അത്രത്തോളം വെയിറ്റ് ചെയ്ത് നമ്മുടെ അപ്പോയിൻമെന്റ്സിന് വെയിറ്റ് എടുക്കുന്നത് അല്ലേ? പണ്ടൊക്കെ നേഴ്സ് ആവുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഉദ്ദേശം. കേരളത്തിൽ കാര്യം കിട്ടുന്നത് വളരെ തുച്ഛമായ എമൗണ്ട് ആണെങ്കിൽ പോലും വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലായി എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഇന്നും നേഴ്സിങ്ങിന് തന്നെയാണോ ഏറ്റവും അധികം പ്രയോറിറ്റി ഉള്ളത്? അതോ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നേഴ്സിംഗ് അല്ലാത്ത മറ്റ് പല ജോലികൾക്കുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയോ? തീർച്ചയായിട്ടും നേഴ്സസ് എപ്പോഴും ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു നേഴ്സസ് ആണല്ലോ. അപ്പം നമുക്ക് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നേഴ്സസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് മലയാളി കമ്മ്യൂണിറ്റി അവിടെ അത്രത്തോളം വളർന്നതും ഏറ്റവും നല്ല പ്രൊഫഷനുമാണല്ലോ അത്. പക്ഷേ അതേപോലെ തന്നെ നേഴ്സസിനെ അവർക്ക് ഇപ്പോഴും സ്റ്റിൽ ഡിമാൻഡിങ് ആണ്. പക്ഷേ അതേപോലെ തന്നെ വളരെയധികം ഒക്കുപേഷൻസ് അലൈഡ് ഹെൽത്തിലും അല്ലാത്ത ഇപ്പം നമ്മുടെ മെഡിക്കൽ ഇഷ്ടം പോലെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ എല്ലാം നമുക്ക് ഭയങ്കര ഷോർട്ടേജ് ആണ്. അലൈഡ് ഹെൽത്ത്, അതായത് ഓഡിയോളജി, സ്പീച്ച് പതോളജി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, അതിനും ഇതുപോലെ നേഴ്സസിനെ കൂട്ടി തന്നെ വലിയ ശമ്പളമില്ലാത്ത സോഷ്യൽ വർക്ക്, സൈക്കോളജി എല്ലാം തന്നെ അവർക്ക് ഇപ്പോഴും ഏറ്റവും ഹൈ ഡിമാൻഡാണ് ഓസ്ട്രേലിയക്കുള്ളത്. അത് നമ്മുടെ കുട്ടികൾക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നോൺ സ്കിൽഡ് എന്നൊക്കെ പറയുന്ന പെയിൻറ്റിങ്, ട്രേഡ് വർക്കേഴ്സ്. പക്ഷെ അവിടെ സ്കിൽഡ് ആണ്. അപ്പോൾ ട്രേഡിൽ ഇവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെയിൻറ്റർ, കാർപ്പൻറ്റർ, അലൂമിനിയം ഫാബ്രിക്കേറ്റർ, അങ്ങനെയുള്ള എല്ലാം തന്നെ ഏറ്റവും ഹ്യൂജ് ഡിമാൻഡാണ്. ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനുള്ള ടൈലേഴ്സ്, റൂഫേഴ്സ്, അത് നമ്മുടെ ഓട് ചെയ്യുന്നത്, ടൈൽ ചെയ്യുന്നവർ, റൂഫ് ചെയ്യുന്നവർ എല്ലാവർക്കും ഹൈ ഡിമാൻഡാണ്. അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അവർക്ക് എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ വിത്തിൻ എ ഇയർ അവർക്ക് ഇൻവിറ്റേഷൻ വരും. പക്ഷെ നമുക്കിപ്പോൾ കേരളത്തിലല്ലേ ഇന്ത്യയിലെ വെൽഡറാണ് അല്ലെങ്കിൽ പ്ലംബറാണ്, ഇങ്ങനെയുള്ള ഒരു വർക്കറാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വീകരിക്കാൻ മടിക്കും. പക്ഷെ ഇവർക്ക് തന്നെ വിദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം ജോലികൾ ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ? സത്യമാണോ അത്? അവിടെ ഏറ്റവും ഹൈലി പെയ്ഡ് ആണ്. ഞാൻ എപ്പോഴും ഇന്റർവ്യൂ പറയുന്ന പോലെ അവിടെ അലയൻസ് ഒക്കെ നോക്കുമ്പോൾ പെൺകുട്ടികൾ ഡോക്ടർ, എഞ്ചിനീയേഴ്സിനൊന്നും നോക്കില്ല. അവിടെ പ്ലംബർ, മെക്കാനിക്,
അങ്ങനെയുള്ള ആൾക്കാർ. ഇലക്ട്രീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സർജനേക്കാളും കൂടുതൽ സാലറി ഉണ്ടാക്കുന്ന അത് ശരി. ആൾക്കാരാണ്. ഞാൻ പണ്ട് തമാശയായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ പ്ലംബർ ഒക്കെയാണ് മെർസിഡസ് ബെൻസിന് വരിക, ബാക്കിയുള്ളവര് സാധാരണക്കാരനായിരിക്കും. ഇതൊക്കെ നല്ല സത്യം പൈസയാണ്, തന്നെയാണോ? വളരെ വളരെ സത്യമാണ്. കാരണം സർജനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് ട്രീ സർജൻ, അത് മരം മുറിക്കുന്ന ആള്. അത് ശരി, അതിന് മരം ട്രീ മുറിക്കുന്ന സർജൻ ആളെ ട്രീ എന്നാണ് സർജൻ എന്ന് പറയുന്നത്. പറയുന്നത്. കാരണം അതിന് അത്രയും വാല്യൂ ഉണ്ട് ആ ഒക്കുപേഷൻ അവിടെ. അപ്പം ഒരു മരം മുറിക്കുന്ന നമുക്ക് ഈ ഇന്ത്യയിലെ പോലെ ചുമ്മാ ചുവടിൽ വെട്ടിയിട്ട് കളയാൻ പറ്റില്ല. കാരണം ക്രെയിൻ കൊണ്ടുവരണം, അത് ഒന്നും താഴെ, അത് സേഫ്റ്റി നോക്കി, അങ്ങനെയൊക്കെയാണ് അത് വലിയ പ്രോസസ്സാണ്. ഇപ്പൊ നമ്മൾ മരം വെട്ടാൻ 2 പ്രാവശ്യം ചിന്തിക്കും, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല. കാരണം ക്രെയിൻ എല്ലാം വണ്ടി വന്ന് ഇതെല്ലാം കൊണ്ടുവരും. അത് ശരി. ഈ എസെറ്റിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസെറ്റിന്റെ കോ ഫൗണ്ടർ എന്തൊക്കെ പറയും? ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ സാധ്യതയും ഏറ്റവും കൂടുതൽ പറ്റിക്കാനും എളുപ്പമുള്ള ഒരു മേഖലയാണ് മൈഗ്രേഷൻ. എന്ത് സ്കാമോ നടത്തിയാൽ ആൾക്കാർ റെഡി ടു പേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തൊരു ഡിസിഷൻ, ഇതിൻ്റെ അകത്ത് ഡൈല്യൂട്ട് ചെയ്യില്ല. ഒരു കാരണവശാലും നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം. നമ്മളെല്ലാവരും എടുക്കണ്ട, നടക്കുന്ന കേസുകൾ പറയുക. പിന്നെ അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം ക്ലയൻസിനെ എടുത്താൽ മതി. അപ്പോയിൻമെൻറ്റ് പേ ചെയ്യാതെ നമ്മളുടെ അടുത്ത് സീരിയസ് ആയി വരുന്ന ക്ലയൻറ്റിനെ മാത്രം നമുക്ക്, ഓസ്ട്രേലിയയുടെ കേസാണ് ഇത് പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഇതില്ല. ഇന്ത്യയിൽ അങ്ങനെ ആൾക്കാർക്ക് ഒരു അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ, അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വരിക എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് വളരെ നല്ലതായി. നമ്മളതിങ്ങനെ 0-ൽ നിന്ന് 100ലേക്ക് വരാൻ വലിയ സമയമൊന്നും എടുത്തില്ല. പിന്നെ എംപ്ലോയീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. കോവിഡ് സമയത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ നമ്മളെ ഫണ്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്തു. അങ്ങനെ പല മൈൽ സ്റ്റോൺസ് നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രാക്ടീസിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോഴത്തോളം നമ്മൾ എപ്പോഴും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഉള്ള കാര്യം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നടക്കാത്ത കാര്യം നടക്കില്ല എന്ന് തന്നെ പറയും. അതിനല്ലാതെ വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. ഇല്ല അല്ലേ? നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ PR നേടി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴികളിലൂടെ ഓസ്ട്രേലിയയിലേക്ക്, ഏതാണ് ഏറ്റവും എളുപ്പത്തിനുള്ള ഓസ്ട്രേലിയയിലേക്ക് എത്തിപ്പെടാൻ എപ്പോഴും ഫാസ്റ്റായിട്ട് നടക്കുന്ന സ്റ്റുഡൻറ്റ് വിസ. ഈ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ചുമ്മാ നമ്മുടെ UK കൂട്ടോ കാനഡയുടെ കൂടെ പോകാൻ പറ്റില്ല. ഒന്നാമത് പേരൻസ് ITR ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. അവർക്ക് അതിനുള്ള ഇൻകം കൃത്യമായിട്ട് 2-3 വർഷത്തെ കാണിച്ചിരിക്കണം. പോയാൽ തിരിച്ചു വരും എന്നുള്ള ഒരു എലിജിബിലിറ്റിയാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കുന്നത്. അതായത് ജെന്യുവിനായിട്ട് അവിടെ പോയി പഠിച്ച് വന്ന് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം. അതാണ് അവരുടെ അസസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഫിനാൻഷ്യൽസ് കാര്യങ്ങളെല്ലാം തിരിച്ചു വരുന്നുള്ള സിസ്റ്റംസ് ഉണ്ടാണ്. അപ്പോൾ ഇത്രത്തോളം ഫിനാൻഷ്യൽസ് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ഓസ്ട്രേലിയയുടെ വിസയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോലും അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയക്ക് വന്ന് പഠിക്കേണ്ട സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി അല്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന മലയാളി പേരൻസിനാണ് ഏറ്റവും പ്രശ്നമുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സത്യസന്ധത കാരണം, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ നന്നായി പഠിക്കണം എന്നുള്ള കാരണമാണ് അത് ചൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കൊണ്ടുവിടും. പക്ഷേ ഈ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലങ്ങളൊന്നും PR-നെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. അന്ന് ഞാൻ ആ കമൻറ്റ് പറഞ്ഞ പോലെ സിഡ്നി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. സിഡ്നിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ സ്ഥലവും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 3,60,000 കുട്ടികളാണ്. ഇന്നത്തെ ദിവസം ഏകദേശ കണക്ക് 360 സംതിങ്ങാണ് പഠിക്കുന്നത്. ആ സ്റ്റേറ്റിന് ഒരു വർഷം PR കൊടുക്കാനുള്ള സീറ്റ് 3,600 3,60,000 3,600 അന്തരം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ആൻസേഴ്സ്. അതിൻ്റെ അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇത്രയും തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടികൾക്ക് ഇവർക്ക് അറിയാൻ സാധിക്കണം. സിഡ്നിയിൽ പോയി കഴിഞ്ഞാൽ ആ 3,600ലേക്ക് ഈ 3,60,000 എത്തണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. 0.1% അത് പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഈ 3,600 കൊടുക്കാൻ പറ്റില്ല. വെളിയിലുള്ള ആൾക്കാരെ അവർക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഓൾറെഡി ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഓഫ്-ഷോർ ഇൻവിറ്റേഷൻസ് നമ്മുടെ ഇവിടുത്തെ നഴ്സസിനും സോഷ്യൽ വർക്കേഴ്സിനും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പകുതി പിള്ളേർക്കാണ് കിട്ടാൻ. 3,800 അല്ലെങ്കിൽ 3,600 പകുതി കിട്ടുമ്പോൾ 1,800 പിള്ളേർക്കാണ് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയം പറയട്ടെ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഭയങ്കര കോൺട്രഡിക്ടറി ആയില്ലേ? ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ PR കിട്ടണം എന്നില്ല, PR കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3,600 ഒരാളാകണം. അപ്പൊ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന മലയാളികളും ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഈ 3,600 സീറ്റിൽ മിക്കതും മലയാളികൾക്ക് കിട്ടണം ഉള്ള സാധ്യതകളും ഉണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ വളരെ ബ്രൈറ്റ് ആണ്, അവർക്ക് നല്ല സ്കോറുകൾ കിട്ടാറുണ്ട്. പല സിഡ്നിയിലൊക്കെ ഉള്ള നമ്മുടെ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ എപ്പോഴും എടുക്കുന്ന ഓക്കുപേഷൻസ് അവിടെ വന്ന് പഠിക്കുന്നതൊക്കെ അലൈഡ് ഹെൽത്തും എഞ്ചിനീയറിങ്ങും അങ്ങനെയുള്ള റിലൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നഴ്സിംഗ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവിറ്റേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ മലയാളി കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ
കോമ്പറ്റീഷൻ ഹൈ ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിൽ കിട്ടാൻ പാടാണ്. അപ്പോൾ അവിടെ പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, പഠിക്കുമ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ടാസ്മാനിയ പോലൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് 7000 പിള്ളേരെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ 3,50,000 ഒരു സ്റ്റേറ്റിൽ പഠിക്കുന്ന ഒരു സ്ഥലത്ത് 7000 ഉണ്ട്. ആ 7000 ഉള്ള സ്റ്റേറ്റിന് 3500 സീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2800 3000 സീറ്റ് ഉണ്ട്. അപ്പം അതിലെ വ്യത്യാസങ്ങൾ തന്നെ വലിയ ഹ്യൂജ് ആണ്. അതാണ്. ഇനി ഒരു സംശയം, എൻ്റെ ഇപ്പോൾ ഈ ITR ഫയൽ ചെയ്യണം പാരൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെ, ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ കുഞ്ഞിന് മകന് അല്ലെങ്കിൽ മകൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർ ITR ഫയൽ ചെയ്യുന്നവരാവണം എന്നില്ലല്ലോ ഈ അച്ഛനും അമ്മയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അവർക്ക് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അല്ലെങ്കിൽ ഈ കുട്ടി അത്രയ്ക്ക് മെറിറ്റോറിയൽ ആണെങ്കിൽ മാത്രം 100% സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുന്ന വളരെ വളരെ റെയർ ആയിട്ടുള്ള പൊസിഷൻ, ലൈക്ക് ചില യൂണിവേഴ്സിറ്റിക്ക് 1 or 2 അല്ലെങ്കിൽ കുറച്ച് സീറ്റുകളുണ്ടാവും. അതൊക്കെ എടുത്ത് കിട്ടുവാണെങ്കിൽ മാത്രമാണ് അവർക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ PhDക്ക് 100% സ്കോളർഷിപ്പ് നല്ല റിസർച്ച് പ്രപ്പോസലാണെങ്കിൽ ഓസ്ട്രേലിയ കൊടുക്കാറുണ്ട്. അത് ഫുള്ളി ഫണ്ട് ചെയ്ത് അവർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നില്ലെങ്കിലും PhD എങ്കിലും ഇവർക്ക് തീർച്ചയായിട്ടും വന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റുന്ന അംഗീകൃത ഏജൻസികൾ അല്ലെങ്കിൽ ലീഗലി പോകാൻ പറ്റുന്ന ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ ഏതൊക്കെയാണ്? നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അതിന് ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞു. കാരണം ഒന്ന്, ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷൻ ലോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പൗരനായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകരിച്ച ലൈസൻസ് ഉള്ളൂ. അപ്പോൾ അവരുടെ ഫേംസ് ഇന്ത്യയിലുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ അസറ്റിന് നമ്മൾ ഓസ്ട്രേലിയൻ ബേസ്ഡ് ഫേമാണ് ഞങ്ങളുടെ ഓഫീസസ് ഇവിടെ. ഞങ്ങൾക്ക് ബാക്ക് എൻഡ് ഓഫീസസ് ആയിട്ടാണ് തുടങ്ങിയത്. കാരണം നമ്മൾ വിസ പ്രോസസ്സ് ചെയ്യുന്നതും അങ്ങനെയെല്ലാം നമ്മൾ ഇവിടുത്തെ ലോയേഴ്സിനെയാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു 4 or 5 മൈഗ്രേഷൻ ഫേംസ് മാത്രമാണ് കേരളത്തിൽ ഉണ്ടാവുള്ളൂ ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. അത് മാര എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ തന്നെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം അടിച്ചു കൊടുത്താൽ അതിൻ്റെ അത് കാണിക്കും ഇവിടെ ആരൊക്കെയാണ് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ലോ സൊസൈറ്റി അംഗീകരിച്ച ലോയറുള്ള ഫേം ആയിരിക്കണം. ഈ 2 പ്രോസസ്സ് അല്ലാതെ ഒരാൾക്കും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഫേമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പലരും ഓസ്ട്രേലിയയുടെ മാരയാണെന്ന് പറയും, പക്ഷെ നമ്മൾ ഇവരുടെ പേരടിച്ചു നോക്കിയാൽ കാണില്ല. ഇപ്പം തന്നെ ഇവിടെ കൊച്ചിനിൽ തന്നെ 1-2 ഏജൻസികളുണ്ട് ഞങ്ങൾ മാര രജിസ്റ്റേർഡ് ആണ്. ഇതില്ലാതെ ഇപ്പോൾ ആൾക്കാർ പോവാതെ എഡ്യൂക്കേഷൻ കൂടുതലായപ്പോൾ അവർക്ക് മനസ്സിലായി മാരയുള്ളവരെയാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ അവരും പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് മാരയുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഏജൻസിയുടെ പേര് അവിടെ പേരടിക്കുക, ഏജൻസിയുടെ പേരടിച്ചു കഴിഞ്ഞാൽ മാരയുടെ പേര് വരുമോ എന്ന് നോക്കണം. അസറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ മാരാസിൻ്റെ പേര് വരും, അതിൻ്റെ അകത്ത് അസറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പേരടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏജൻസി ഓസ്ട്രേലിയയുടെ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് സാധിക്കാം. ഈ വിദേശത്ത് പോകുന്ന പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ജീവിതമില്ല എന്നുള്ളത്. ഇപ്പൊ ഈ ത്രൂ ഔട്ട് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ജീവിതമുണ്ട്, ലൈഫുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അങ്ങനെ ഒരു കാര്യം ഓസ്ട്രേലിയക്ക് കൂടുതലുണ്ടോ? തീർച്ചയായിട്ടും ഓസ്ട്രേലിയയുടെ ലൈഫ്, ഓസ്ട്രേലിയ പൊതുവെ ഒരു ലേ ബാക്ക് സൊസൈറ്റിയാണ്. അവരൊരു സന്തോഷിച്ച് സമയം കണ്ടെത്തി വൈകിട്ടൊരു ബിയറൊക്കെ കഴിച്ച് ചുമ്മാ ഇരിക്കുന്ന അതാണ് ഒരു ജോലി 8 മണിക്കൂറാണ് ഒരു ദിവസം, മാക്സിമം 7.5 മണിക്കൂറാണ് ഒരു ജനറൽ ആയിട്ട് ഒരാളുടെ ജോലി. അപ്പം 7.5 മുതൽ 8 മണിക്കൂർ എബവ് എപ്പോൾ ജോലി ചെയ്താലും അയാളുടെ ശമ്പളം ഇരട്ടിക്കണം. അപ്പോൾ ഒരാൾ എനിക്ക് എൻ്റെ സ്റ്റാഫിനെ പിടിച്ചിരുത്താൻ പറ്റത്തില്ലെന്ന് ജോലി തീർത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പെർ അവറിന് കൂട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് പൊക്കോളൂ എന്ന് പറയും. ശനിയാഴ്ച ജോലിക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മടങ്ങാണ് സാലറി, ഞായറാഴ്ചയാണെങ്കിൽ 2 മടങ്ങാണ് സാലറി. അപ്പോൾ അതുകൊണ്ട് ശനി ഞായറും എല്ലാവർക്കും വീട്ടിലിരിക്കാൻ സാധിക്കും. അവധി ദിവസങ്ങൾ പബ്ലിക് ഹോളിഡേയിൽ വിളിച്ചാലും ഇരട്ടിയാണ് ശമ്പളം. അവസാനത്തെ ഒരു ചോദ്യം കൂടെ, അതായത് ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ജനറലായിട്ട് അസറ്റ് കോ ഫൗണ്ടറിന് എന്താണ് പറയാനുള്ളത്? ഓസ്ട്രേലിയ എല്ലാവർക്കും ഉള്ളതല്ല, അതെപ്പോഴും പറയുന്ന പോലെ. ഓസ്ട്രേലിയക്ക് നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള രജിസ്റ്റേർഡ് ഫേം കേരളത്തിലുണ്ട് പലതും, അവർ മാത്രം വഴി ശ്രമിക്കുക. എഡ്യൂക്കേഷന് പോവുക എന്നുള്ളത് PR-ന് വേണ്ടി മാത്രമുള്ളതല്ല. എല്ലാ എഡ്യൂക്കേഷന് പോകുന്ന എല്ലാ കുട്ടികൾക്കും PR കിട്ടില്ല, അതാണ് സത്യം. ഇപ്പോൾ കൃത്യമായ ഇപ്പോൾ മൈഗ്രേഷൻ ഫേം വഴി നമ്മൾ പൊതുവെ പറയും നമ്മളൊരു ഇമിഗ്രേഷൻ ഫേമാണ്, നമ്മൾ എഡ്യൂക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ നമ്മൾ ചെക്ക് ചെയ്യും, ഓക്കെ ഈ കുട്ടിയുടെ ഈ പ്രൊഫൈൽ ഏത് സ്ഥലത്ത് പോയാൽ ഇവർക്ക് PR കിട്ടും. ഇപ്പോൾ 2-3 തരത്തിലുള്ള കുട്ടികൾ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ വന്ന് പഠിച്ച് എക്സ്പീരിയൻസ് എടുത്ത് അവരുടെ ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡിഫറൻ്റ് ആണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവരുടെ പൈസ എല്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വരുന്ന PR-ന് വേണ്ടി മാത്രം വരുന്ന കുട്ടികളുണ്ട്, അത് റിയാലിറ്റിയാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയും കോഴ്സും വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങളവിടെ PR-ന് വേണ്ടിയാണ് പഠിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള അംഗീകൃതമായിട്ടുള്ള ഇമിഗ്രേഷൻ ഫേം വഴി വരിക, നിങ്ങൾ PR ആണ് സ്വപ്നം എന്നുണ്ടെങ്കിൽ. പിന്നെ എപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു മലയാളി സമൂഹം കൂടുതലുള്ളതാണ് ഈ എംപ്ലോയി സ്പോൺസർഷിപ്പ്, പാക്കിങ്,
പിന്നെ അവിടെ വെയർ ഹൗസിലെ ജോലി. ഈ ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചു, മറ്റേ എയർപോർട്ട് വരെ എത്തി, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കയറ്റി വിട്ടില്ല, കാരണം അവർ കൊടുത്തേക്കുന്ന വിസ വ്യാജമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫാമിലി ജോലി അങ്ങനെയുള്ള കേസുകളൊന്നും ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ചില്ല. ഇംഗ്ലീഷ് ഇല്ലാതെ അവിടേക്ക് കയറി വരാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട തട്ടിപ്പിൽ പെടാതെ നിങ്ങൾ കുറച്ച് പൈസയെങ്കിലും മുടക്കി ആദ്യം തന്നെ ഓസ്ട്രേലിയയിലുള്ള ഏതെങ്കിലും ഇമിഗ്രേഷൻ ഫാമിലി വിളിച്ചിട്ട് സത്യമാണോ എന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള അഭിപ്രായം. ഓസ്ട്രേലിയ ഈസ് ഓപ്പൺ ടു എവരി വൺ, പക്ഷേ അവിടുത്തെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ ഓസ്ട്രേലിയ സ്വപ്നം കാണുന്നവർക്ക് മറ്റ് വ്യാജ ഏജൻസികളിലൊന്നും പോയി കുടുങ്ങി നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സ്വപ്നങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും എസ്സെറ്റിനെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.